കുറെ കാലമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ മുഴുവൻ കപ്പാസിറ്റിയും തങ്ങളുടെ കക്ഷത്തിന്റെ ഇടയിലാണ് എന്നൊരു ധാർഷ്ട്രീയം ധാരണയൊക്കെ ഗോവൻ ലോബിക്കും ബംഗാൾ ലോബിക്കും ഉണ്ട്. ഏതായാലും അതിനൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശ്വസിക്കാം. ഈ ചർച്ചിൽ അലിമോ എന്ന് പറയുന്ന ചർച്ചിൽ ബ്രദേഴ്സിന്റെ വലിയ കുണ്ണച്ചാർക്ക് വിചാരം ഞാൻ വിചാരിച്ച ഇന്ത്യൻ ഫുട്ബോൾ തലകീഴായിട്ട് മറിയും അങ്ങനെയൊക്കെയാണ്. കഴിഞ്ഞ തവണ റീസണബിളി ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യന്മാരായത് നവാഗതരായിട്ട് വന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി രണ്ടാമത്തെ സീസണിൽ തന്നെ കപ്പടിപ്പിച്ച ഇന്റർകാശി ആയിരുന്നു. അപ്പോൾ ഇന്റർകാശിയുടെ വിജയം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഇവന്മാർ പലതരത്തിലുള്ള അപ്പീലുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് 3 ക്ലബ്ബുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സഹായത്തോടു കൂടിയിട്ട് സ്വയം ചാമ്പ്യന്മാരായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ഇന്റർകാശിയെ പിന്നോട്ട് അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്താരാഷ്ട്ര തർക്കപരിഹാര കോടതികളിലേക്ക് കയറിപ്പോയി ഇന്റർകാശി ന്യായപരമായിട്ട് തങ്ങളുടെ ആ ഒരു ലീഗ് വിജയവും ISL സ്പോട്ടും നേടിയെടുക്കുകയായിരുന്നു. അതിൻ്റെ പേരിൽ വളരെ വലിയ നിയമയുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു. അതിൻ്റെ പേരിൽ ചർച്ചിൽ ഇമ്മാവോടെ ചർച്ചിൽ ബ്രദേഴ്സ് പലതവണ കോടതി കയറുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും അവന്മാർ ഇത്തവണ ലീഗ് ഞങ്ങൾ കളിക്കില്ല, ഇന്റർകാശി അല്ല ISL കളിക്കേണ്ടത്, ഞങ്ങളാണ് ISL കളിക്കേണ്ടത്, ഞങ്ങൾ ISL കളിക്കണം എന്നുള്ള ആവശ്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും ലീഗ് കളിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏതായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പം ഒരു നല്ല തീരുമാനം എടുത്തിട്ടുണ്ട്. നീ ഒന്നും കളിച്ചില്ല, ഇവിടെ ഒരു കൂപ്പം ഉണ്ടാകാൻ പോകുന്നില്ല, കളിക്കുന്നില്ല, കളിക്കണ്ട, തെക്കോട്ട് മാറിയിരുന്ന് ഒരു റബ്ബർ എടുത്ത് വലിച്ചുകൊണ്ടിരിക്കാൻ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ISL നീ ഒന്നും കളിക്കാൻ പോകുന്നില്ല, ലീഗിൽ നിനക്കൊന്നും കളിക്കാൻ വയ്യ എങ്കിൽ അവിടെ ലീഗ് 2 കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരായിട്ടുള്ള ബംഗളൂരു യുണൈറ്റഡിനെ ലീഗ് കളിപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ചർച്ചിൽ അലിമാവ ബ്രദേഴ്സിൻ്റെയും ചർച്ചിൽ ബ്രദേഴ്സിൻ്റെയും ധാർഷ്ട്യവും കോപ്പും കുടച്ചക്രവും കുന്തവും എല്ലാം മൂഞ്ചി തെറ്റിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ലീഗും ഇല്ല, ISL ഇല്ല, തെക്കോട്ട് നോക്കി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർ ഷട്ട് ഡൗൺ ചെയ്താൽ എന്ത് സംഭവിക്കാനാണ്? വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ക്ലബ്ബ് എന്നതിനപ്പുറത്തേക്ക് ഈ ലോബി പ്രഷർ നടത്തുന്ന എല്ലാം ഇല്ലാതാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്.